വിശദമായ വാർത്തകളിലേക്ക്. നെൽ കർഷകർക്ക് സംഭരണ വില കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് രാപ്പകൽ സമരം നടന്നു. ഒന്നാം വിള നെല്ല് സംഭരണം കഴിഞ്ഞ മാസങ്ങളായിട്ടും പണം കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. പാലക്കാട് അഞ്ചുവിളക്കിന് മുന്നിൽ നടന്ന രാപ്പകൽ സമരത്തിൽ നൂറുകണക്കിന് കർഷകരാണ് പങ്കെടുത്തത്. ഇന്നലെ ആരംഭിച്ച സമരം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഗുരുതര വീഴ്ച വരുത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. നെല്ല് നൽകിയ ശേഷം പണത്തിനായി മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നത് കർഷകരെ കൂടുതൽ ദുരിതത്തിലും കടക്കണിയിലാക്കുമെന്നും കർഷക കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. നെല്ല് നടാൻ പോകുന്ന മുന്നിൽ വെള്ളത്തിനും സമരം നടത്തണം. വെള്ളം കഴിഞ്ഞ് നടിയിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത്ത് മെഷീനും സമരം നടത്തണം. അത് കിട്ടാതെ അതിന് സമരം നടത്തണം. പിന്നെ സംഭരണത്തിനും സമരം നടത്തണം. സംഭരണിച്ച് നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കിട്ടുന്നവരെ അതിനും സമരം നടത്തണം. ഈ അവസരമാണ് കൃഷിക്കാരുള്ളത്. നെല്ല് സംഭരണത്തിനായി ബജറ്റിൽ തുക മാറ്റിവെക്കാത്തതിനെയും നേതാക്കൾ വിമർശിച്ചു. നെല്ലിന്റെ താങ്ങുവില 35 രൂപയാക്കണമെന്നും സർക്കാർ അലംഭാവത്തിനെതിരെ നടപടി ശക്തമാക്കുമെന്നും കർഷക കോൺഗ്രസ് വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ നവീകരണത്തിന് അനുവദിച്ച തുക അപര്യാപ്തമെന്ന പരാതി. 180 കോടി രൂപ ആവശ്യമുള്ളപ്പോൾ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചത് 5 കോടി രൂപ മാത്രമാണ്. ഇതോടെ കനാൽ നവീകരണം ഈ വർഷവും നടക്കില്ല. കോഴിക്കോട് ജില്ലയിലെ വലിയൊരു വിഭാഗം പ്രദേശത്തെ ജനങ്ങൾ വേനൽക്കാലത്ത് ആശ്രയിക്കുന്നതാണ് കുറ്റ്യാടി ജലസേചന പദ്ധതി കനാൽ. 50ലേറെ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കനാലിന്റെ പല ഭാഗവും ശോച്യാവസ്ഥയിലാണ്. പദ്ധതിയുടെ ഇടത് വലത് കനാലുകളും ശാഖകളും പൊട്ടിപ്പൊളിഞ്ഞും മണ്ണടിഞ്ഞ് കാടുമൂടിയും കിടക്കുകയാണ്. നീർപ്പാലങ്ങൾ പൊട്ടിച്ചോർന്നൊലിക്കുന്നതുകൊണ്ട് പലയിടത്തും വേനലിൽ വെള്ളം ലഭിക്കാറില്ല. സാങ്കേതിക വിഭാഗം അറ്റകുറ്റപ്പണിക്ക് 180 കോടി രൂപ ചെലവ് കണക്കാക്കിയിരുന്നു. എന്നാൽ ബജറ്റിൽ മാറ്റിവെച്ചത് 5 കോടി രൂപ മാത്രം. ഫലത്തിൽ ഇത്തവണയും അറ്റകുറ്റപ്പണി നടക്കില്ല. ഈ സംഖ്യ കൊണ്ടാവട്ടെ നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും പൂർത്തിയാക്കാനോ അതിൻ്റെ അടുത്തുപോലും എത്താനോ കഴിയുന്നില്ല. തീർച്ചയായും ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് വേനൽ കടക്കാൻ പോവുകയാണ്. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനിവാര്യമായ ഒരു ആവശ്യമെന്ന നിലക്ക്, അതുമാത്രമല്ല കൃഷിയുമായി ബന്ധപ്പെട്ടും അനിവാര്യമായ ഒരു പദ്ധതി എന്ന നിലയിൽ ഇതിൻ്റെ നവീകരണത്തിനാവശ്യമായ ഫണ്ട് തീർത്തും അപര്യാപ്തമാണ്. കാലപ്പഴക്കത്തിൽ കഴിഞ്ഞ വർഷം മരുതോങ്കരയിൽ കനാൽ തകർന്നിരുന്നു. ഇത്തരത്തിൽ പലയിടത്തും കനാൽ തകർന്നേക്കാവുന്ന അവസ്ഥയുമാണ്. കുടിവെള്ളത്തിനു പുറമെ കൃഷിക്കും പ്രയോജനപ്പെടുത്തുന്ന കനാലിനെ യഥാസമയം പരിപാലിക്കാതിരുന്നത് കനത്ത നഷ്ടത്തിന് ഇടയാക്കിയേക്കും. ന്യൂസ് 18 കുറ്റ്യാടി. സംസ്ഥാനത്തെ നദികളിലും ഡാമുകളിലും മണൽ വാരൽ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മണൽ നിറയുന്നത് മൂലം വർഷകാലത്ത് പുഴകളിലും ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരാറുണ്ട്. എന്നാൽ പാറമട ലോബിയുടെ സമ്മർദ്ദമാണ് അനുമതി നൽകാത്തതിന് പിന്നിലെന്നും ആരോപണമുണ്ട്. സംസ്ഥാനത്ത് മണൽ വാരൽ നിരോധിച്ചിട്ട് 10 വർഷത്തിലേറെയായി. ഇക്കാലയളവിൽ നദികളിലും ഡാമുകളിലും വന്നടിഞ്ഞ മണൽ നിയന്ത്രിത തോതിൽ വാരി നീക്കണമെന്ന ആവശ്യമാണ് ശക്തമായിട്ടുള്ളത്. ഏതാനും വർഷങ്ങളായി തുടർച്ചയായി തോട്, പുഴ, ജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ വൻതോതിൽ മണൽ വന്നടിഞ്ഞിട്ടുണ്ട്. ഇത് ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും പ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനും ഇടയാക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ചെറിയ മഴ പെയ്താൽ പോലും നിറഞ്ഞൊഴുകുന്ന പുഴകളിൽ വേനൽക്കാലത്ത് വൻമണൽക്കൂനകളാണ് കാണപ്പെടുന്നത്. മണൽ വാരൽ നിരോധനം പിൻവലിക്കാത്തതിനു പിന്നിൽ പാറമട ലോബിയുടെ സമ്മർദ്ദമാണെന്നും ആരോപണമുണ്ട്. ഖനന ലോബിക്ക് അധികാരികൾ ഒത്താശ ചെയ്ത് കൊടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഉണ്ടാകുന്ന മണലുകൾ അത് സംഭരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം നിയന്ത്രിതമായി ഇത് കൊടുക്കുന്നതിനുള്ള ഒരു സൗകര്യം അത് ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടതാണ്. മണൽ ഖനനം പുനരാരംഭിച്ചാൽ നിർമ്മാണ മേഖലയിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാനാകും. മണൽ വാരൽ നിരോധനം മൂലമുണ്ടായ തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാധിക്കുമെന്ന് തൊഴിലാളികളും പറയുന്നു. മണൽ നിറഞ്ഞ് ജലനിരപ്പ് ഉയരുന്നത് തടയുന്നതിനായി കഴിഞ്ഞ വർഷം മുതൽ മഴക്കാലത്തിന് മുന്നോടിയായി കോടികൾ മുടക്കി പുഴകളിലും ജലാശയങ്ങളിലും ഡ്രഡ്ജിംഗ് നടത്തിയിരുന്നു. ഇത് പാഴ്വേലയാണെന്നതിനു പുറമെ കോടികളുടെ ക്രമക്കേടിനും ഇടയാക്കുന്നതായും ആരോപണമുണ്ട്. നദികളിലും ഡാമുകളിലും മണൽ ഓഡിറ്റ് നടത്തി നിയന്ത്രിതമായ രീതിയിൽ മണൽവാരൽ പുനരാരംഭിക്കണം എന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കടബാധ്യതയെ തുടർന്ന് വീട്ടുമുറ്റത്ത് ചിതയൊരുക്കി ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. കൊല്ലം പുത്തൂരിലാണ് മാറനാട് സ്വദേശി വിജയകുമാർ ജീവനൊടുക്കിയത്.
ഇന്നു പുലർച്ചെ 1 മണിയോടെയാണ് വിജയകുമാർ പുത്തൂർ മാറനാട്ടുള്ള സഹോദരി വിജയമ്മയുടെ വീട്ടുമുറ്റത്ത് സ്വയം ചിതയൊരുക്കി ജീവനൊടുക്കിയത്. പൊട്ടിത്തെറി ശബ്ദത്തോടെ തീ ആളിക്കത്തുന്നതാണ് സഹോദരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ബന്ധുക്കളുടെയും മറ്റും സഹായത്തോടെ തീ കെടുത്തിയെങ്കിലും വിജയകുമാർ അതിലുണ്ടെന്ന് രാവിലെയാണ് തിരിച്ചറിഞ്ഞത്. ശബ്ദം കേട്ടുകൊണ്ട് ഇറങ്ങി നോക്കുമ്പോഴേക്ക് തീ കവളിക്ക് അങ്ങ് മേളി വരെ അങ്ങ് പോവുക, അടുക്കാനൊക്കത്തില്ല. വീട്ടിനകത്തുനിന്ന് ഇത്തിരി വെള്ളം കൊണ്ടുവന്നു, വെളിയിൽ നിന്ന് കൊണ്ടുവന്നു ഒഴിച്ചു. ഇവിടെ ഇരുന്ന വെള്ളം ഞാൻ എടുത്തതുമില്ല ഒഴിച്ചതുമില്ല. എനിക്ക് അന്നേരം ഒന്നും തോന്നുന്നില്ല ഒഴിക്കാനും ഒന്നും. ഈ പുള്ളി ഇതിലുണ്ടെന്ന് അറിഞ്ഞില്ല? അറിയുന്നില്ല. അത് പിന്നെ ഈ വെള്ളം ഒഴിച്ച് തീ മങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ ആളെന്തെന്ന് പറയുന്നത് കയ്യും കാലും എല്ലാം ഇരിക്കുന്ന കണ്ട്. അത്രയും സംഭവം മാത്രമേ എനിക്കറിയാം, അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. സാമ്പത്തിക ബാധ്യത മൂലമാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. ജോലി ചെയ്യാൻ ശാരീരിക ശേഷിയില്ലാത്തതിനാലാണ് ജീവനൊടുക്കുന്നതെന്നും കുറിപ്പിലുണ്ട്. ചിതയ്ക്ക് സമീപത്തെ മരത്തിൽ നിന്നാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തത്. പുത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊല്ലം. വയനാട് നെന്മേനി അമ്പുകുത്തിയിൽ കെണിയിൽ കുടുങ്ങി ചത്ത കടുവയെ ആദ്യം കണ്ട കർഷകൻ ഹരികുമാർ ആത്മഹത്യ ചെയ്തു. വനം വകുപ്പിന്റെ നിരന്തര ചോദ്യം ചെയ്യലിനെ തുടർന്നുള്ള ഭയം കൊണ്ടാണ് നെന്മേനി അമ്പുകുത്തി സ്വദേശി ഹരികുമാറിന്റെ ആത്മഹത്യയെന്ന് കുടുംബം ആരോപിച്ചു. ഹരികുമാറിന്റെ മരണത്തിൽ നാട്ടുകാർ സുൽത്താൻ ബത്തേരിയിൽ ദേശീയപാത ഉപരോധിച്ചു. കഴിഞ്ഞയാഴ്ചയാണ് നെന്മേനി അമ്പൂത്തി പാടിപറമ്പിലെ സ്വകാര്യ തോട്ടത്തിൽ പൊന്മുടിക്കോട്ട പ്രദേശത്ത് ഭീതി പരത്തിയ കടുവയെ കഴുത്ത് കുരുക്കിൽപ്പെട്ട് ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവയുടെ ജഡം ആദ്യം കണ്ടത് ക്ഷീരകർഷകനും പ്രദേശവാസിയുമായ ഹരികുമാർ ആയിരുന്നു. തുടർന്ന് ഹരികുമാറിനെ വനംവകുപ്പ് അന്ന് തന്നെ പലതവണ ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് അനൌദ്യോഗികമായി നിരന്തരം ഫോണിലും മറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും രാത്രി റേഞ്ച് ഓഫീസർ വിളിച്ചുവെന്ന് ഭാര്യ ഉഷ പറയുന്നു. പറഞ്ഞു എന്നെ എന്തായാലും കൊടുക്കും, അയാൾ അമ്മനെ ആളെ എന്നും കാണിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ എന്തായാലും എന്നെ കൊടുക്കും, എന്നെ ബീഹാറിൽ കൊണ്ടുപോകും, അവരെന്നെ ഇടിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. അന്ന് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അയാൾ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് അമ്പുകുത്തി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ദേശീയപാത ഉപരോധിച്ചു. ആത്മഹത്യ ചെയ്ത ഹരി എന്ന പാവപ്പെട്ട കുടുംബത്തിന് ധനസഹായം നൽകണം, അയക്ക് നഷ്ടപരിഹാരം നൽകണം. ഈ ബത്തേരി താലൂക്കിലുള്ള ഇപ്പൊ പ്രദേശത്ത് അമ്പുകുത്തി, വെള്ളച്ചാട്ടം, പൊന്മുടിക്കോട്ട, എടക്കൽ പ്രദേശത്തുള്ള വന്യമൃഗങ്ങളെ അടിയന്തരമായി നിരവധി കൂടുവെച്ച് പിടിച്ച് തൊട്ടടുത്ത മുത്തങ്ങയിൽ കൊണ്ടുവിടാതെ ഇവിടെ നിന്ന് ദൂരകേന്ദ്രങ്ങളിലേക്ക് മാറ്റി ആ കടുവകളെ ഇവിടുന്ന് മാറ്റി കൂടുവെച്ച് മാറ്റണം. എന്നാൽ ആരെയും വനംവകുപ്പ് ചോദ്യം ചെയ്തിട്ടില്ലെന്നും പ്രാഥമികമായ വിവരങ്ങൾ ഹരികുമാറിൽ നിന്ന് ചോദിച്ചറിയുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് വനംവകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 വയനാട്. കോട്ടയം മരങ്ങാട്ടുപള്ളിയിൽ ടാങ്കർ ലോറിയും ബൈക്കും കാറും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരിച്ചു. കുറുവിലങ്ങാട് പകലോമറ്റം സ്വദേശിനി സോഫിയാണ് മരിച്ചത്. ബൈക്കിന് പുറകിൽ ഇരുന്ന് സഞ്ചരിക്കുകയായിരുന്നു സോഫി. സോഫിയുടെ മരുമകൻ ജിമ്മിക്ക് ഗുരുതര പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ സോഫിയുടെ ശരീരത്തിൽ ടാങ്കർ ലോറി കയറിയിറങ്ങി. കോഴിക്കോട് കുന്നമംഗലം പതിമംഗലത്ത് പ്രഭാത സവാരിക്കിടെ അധ്യാപകൻ കാറിടിച്ചു മരിച്ചു. പതിമംഗലം ഔവാത്തോട്ടത്തിൽ രാജുവാണ് മരിച്ചത്. ഫറോക്ക് നല്ലൂർ സ്കൂളിലെ അധ്യാപകനാണ്. റോഡിനരികിൽ നിൽക്കുകയായിരുന്ന രാജുവിനെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ രാജുവിനെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. എറണാകുളം ചെറായിയിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തു. കുറ്റിപ്പിളിശ്ശേരി ശശി, ഭാര്യ ലളിത എന്നിവരാണ് മരിച്ചത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോയിൽ നിന്നും കായലിലേക്ക് ചാടി ശശി ജീവനൊടുക്കുകയായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ശശി കായലിലേക്ക് ചാടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. രാവിലെ 6:00 വൈപ്പിൻ ഫോർട്ട് കൊച്ചി ജങ്കാറിൽ നിന്നും ശശി പുറത്തേക്ക് ചാടിയത്. രാവിലെ ഇവിടെ നിന്നും പുറപ്പെട്ട ശേഷം ആദ്യ ജങ്കാറിൽ കയറിയ ശേഷം പിന്നീട് പുറത്തേക്ക് ചാടുകയായിരുന്നു. ഇതിൻ്റെ കായലിലേക്ക് ചാടുകയായിരുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു.
ആദ്യഘട്ടത്തിൽ പോലീസ് ഈ ചാടിയത് ആരാണെന്ന് തിരിച്ചറിയാനുള്ള അന്വേഷണം നടത്തിയെങ്കിലും ആ അന്വേഷണമാണ് പിന്നീട് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷമാണ് ശശി ഈ ജങ്കാറിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത് എന്ന് വ്യക്തമാവുകയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു സംഭവം. ഇന്നലെ വീട്ടിൽ ശശിയും ഭാര്യ ലളിതയും തനിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയമാണ് ഇത്തരത്തിലൊരു അക്രമം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിന് പുറത്തായിരുന്ന മകൻ രാവിലെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീടിൻ്റെ വാതിലുകൾ തുറന്ന നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അകത്തേക്ക് നോക്കിയപ്പോഴാണ് വെട്ടേറ്റ നിലയിൽ ലളിതയെ കണ്ടെത്തിയത്. തുടർന്ന് അയൽവാസികളടക്കം ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മക്കൾ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു? ഇല്ലെന്ന് പറയണ്. മോൻ മേളത്തിന് വഴിയൊക്കെ വരുന്നെന്ന് മൂത്തോന്നത്തെ അവൻ വന്നപ്പോഴാണ് ഈ സംഭവം അറിയണത്. അവൻ കിടന്ന് നോലൊളിച്ചാണ് അയലന്തരത്താരെത്തിയത്. അങ്ങനെയാണ് ബന്ധക്കാരെ ഫോൺ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തർ വന്നെത്തിയത്. അറിയാമോ, ചോര ഇങ്ങനെ ഇങ്ങോട്ട് മുഖം കാണാൻ പറ്റാതെ ഇങ്ങനെ ചോര ഇഷ്ടം പോലെ ഇങ്ങനെ ഒഴുകിക്കിടപ്പുണ്ടായിരുന്നു. എന്തായാലും രണ്ടുപേരുടെയും മൃതശരീരങ്ങൾ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാവും ഇവിടേക്ക് എത്തിക്കുക. 1 വർഷം മുമ്പ് ഇതേ വീട്ടിൽ മറ്റൊരു യുവതി ആത്മഹത്യ ചെയ്തിരുന്നു. ഈ ശശിയുടെ മൂത്ത മകൻ്റെ മകൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അന്വേഷണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇരുവരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പതിവായിരുന്നു. ഇത്തരമൊരു കുടുംബ കലഹമാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഉള്ളത്. ചെറായിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. കോതമംഗലം തലക്കോട് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കടന്നു കളഞ്ഞയാളെ സമീപത്തെ പുരയിടത്തിലെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തി. തലക്കോട് സ്വദേശിയായ ശശിയെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ഊന്നുകൽ പോലീസിന് കൈമാറി. ചെറിയ പരിക്കുകളുള്ള ശശിയെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. കുടുംബ വഴക്കിനെ തുടർന്ന് ഇയാൾ ഇന്നലെയാണ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. പ്രതിക്കായി തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് ഇയാളെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. ഇടുക്കി തൂക്കുപാലത്തെ ടൂറിസം അമ്യൂണിറ്റി സെന്റർ സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കാൻ നടപടിയില്ല. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്കായി നിർമ്മിച്ച കെട്ടിടമാണ് ഉപയോഗിക്കാതെ നശിക്കുന്നത്. ലേല നടപടികൾ പൂർത്തീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. തൂക്കുപാലം ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി ടൂറിസം അമ്യൂണിറ്റി സെന്റർ നിർമ്മിച്ചത്. രാമക്കൽമേട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ വിശ്രമ കേന്ദ്രം ഒരുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലയിലെ പൊതുപ്രവർത്തകനായിരുന്ന KR സുകുമാരൻ നായരുടെ സ്മരണാർത്ഥം ഇദ്ദേഹത്തിന്റെ പേരിലാണ് കെട്ടിടം നാമകരണം ചെയ്തിരിക്കുന്നത്. എന്നാൽ സുകുമാരൻ നായരുടെ 3ാം ചരമവാർഷികത്തിൽ പോലും സ്ഥാപനം തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടിയില്ല. മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ ഇത് ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചത്. തൂക്കുപാലത്തെ സംബന്ധിച്ച് രാമക്കൽമേടിന്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പ്രദേശം വികസനത്താൽ നിറയണമെന്ന സ്വപ്നത്താലാണ് അദ്ദേഹം ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം 3 വർഷം പിന്നിടുമ്പോഴും ഇതിന്റെ യാതൊരു നടപടികളും സ്വീകരിക്കാത്ത പഞ്ചായത്ത് അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങൾ നാശത്തിന്റെ വക്കിലാണ്. പ്രദേശവാസികളായ ചിലർ ആക്രി വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനും ഇവിടം ഉപയോഗിക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്തിയ കെട്ടിടം അടിയന്തരമായി തുറന്നുകൊടുക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 നെടുങ്കണ്ടം. തൊടുപുഴ പൊൻകുന്നം സംസ്ഥാന പാതയുടെ ഭാഗമായ വെങ്ങന്നൂരിനും കരിങ്കുന്നത്തിനുമിടയിൽ രാത്രികാലത്ത് തടി ലോറികൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. വേണ്ടത്ര മുൻകരുതലുകൾ ഇല്ലാതെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ഗതാഗത തിരക്കേറിയ തൊടുപുഴ പൊൻകുന്നം റോഡിലെ വെങ്ങല്ലൂർ മുതൽ നെല്ലാപ്പാറയ്ക്ക് സമീപം വരെ റോഡരികിൽ രാത്രികാലങ്ങളിൽ തടിലോറികൾ പാർക്ക് ചെയ്യുന്നത് അപകട ഭീഷണി ഉയർത്തുകയാണ്. ദിവസേന ഡസൻ കണക്കിന് ലോറികളാണ് ഇത്തരത്തിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത്. പല ലോറികളും റോഡിലെ ടാറിങ്ങിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്നത് മൂലം മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാറില്ല. ഇത്തരത്തിൽ നിർത്തിയിടുന്ന ലോറികളിൽ പാർക്കിംഗ് സൂചിപ്പിക്കുന്ന റിഫ്ലക്ടർ ലൈറ്റുകളോ മറ്റ് അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ഘടിപ്പിക്കാത്തതിനാൽ വലിയ അപകട സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടതായും ഇത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO വ്യക്തമാക്കി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റോഡ് മാർജിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും പാർക്ക് ചെയ്യുന്ന ഡ്രൈവർമാർക്കെതിരെ ഒബ്സ്ട്രക്റ്റീവ് പാർക്കിങ്ങിനും ഡേഞ്ചറസ് ഡ്രൈവിങ്ങിനും എതിരെയൊക്കെ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വീതി കൂട്ടി ആധുനിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡിന്റെ വശങ്ങളിൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകൾ മിക്കതും പ്രവർത്തനരഹിതമായി. റോഡിലാകെ ഇരുട്ട് വീഴുന്ന സാഹചര്യത്തിൽ കൊടും വളവുകളും മറ്റുമുള്ള റോഡിൽ
മുന്നറിയിപ്പ് സംവിധാനമില്ലാതെ ലോറി കൂടി പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾ ഇരട്ടിയാക്കും. ഇത്തരത്തിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ തട്ടി ബൈക്ക് യാത്രികർ മരിച്ച സംഭവം അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. കാർഷിക കേരളം. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. വിഷുവിന് വിഷരഹിത പച്ചക്കറി ഉൽപാദനമാണ് ലക്ഷ്യം. കാർഷിക കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് കൃഷി ചെയ്യുന്നത്. വിഷുവിന് വിഷരഹിത പച്ചക്കറി ഉൽപാദനം എന്ന ലക്ഷ്യവുമായാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടത്. പെരുമുടിയൂരിലെ കാർഷിക കൂട്ടായ്മയായ കൈരളി സ്വയം സഹായ സംഘത്തിന്റെ പച്ചക്കറി കൃഷി നടത്തുന്നത് മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇത്തരം പദ്ധതികൾ കൊണ്ട് നമുക്ക് തീർച്ചയായും നാട്ടിൽ വളരെയധികം ഉപകാരമാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ ആരോഗ്യം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന പച്ചക്കറി വളരെ വിഷാംശമുള്ളതാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരം ആശയങ്ങൾ കൊണ്ടുവരുന്നത്. പുതിയ ഗേറ്റ് പ്രദേശത്തെ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ നിലമൊരുക്കിയാണ് തൈകൾ നട്ടത്. വെണ്ട, പയർ, മുളക്, വഴുതന, മത്തൻ, കുമ്പളം തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. കൃഷിക്കാവശ്യമായ തൈകളും വിത്തും പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് വഴി ലഭ്യമാക്കി. കാർഷിക കൂട്ടായ്മ കൃഷിയുടെ പരിപാലനം നടത്തും. ന്യൂസ് 18 പട്ടാമ്പി. വയനാട് പുൽപ്പള്ളി SN കോളേജിലെ ജൈവ പച്ചക്കറി കൃഷിപ്പാടം ശ്രദ്ധേയമാകുന്നു. കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികളും അധ്യാപകരും ചേർന്നാണ് കൃഷി നടത്തുന്നത്. പുതിയ തലമുറയ്ക്ക് കൃഷിയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകുകയാണ് ലക്ഷ്യം. പുതുതലമുറ മറന്നുപോയ കൃഷിപാടത്തിലേക്കാണ് പുൽപ്പള്ളി SN കോളേജ് അധികൃതർ ഇറങ്ങിയത്. ക്യാമ്പസിലെ വിശാലമായ ഇടങ്ങളിൽ നിരവധി പച്ചക്കറി ഇനങ്ങളാണ് കൃഷി ചെയ്തത്. കൃഷിയുടെ ഓരോ ഘട്ടവും വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്താനും വിഷരഹിത പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനും കഴിഞ്ഞുവെന്ന് കോളേജ് പ്രിൻസിപ്പൽ പറയുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്ക് കാർഷിക മേഖലയിൽ ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. മാത്രമല്ല, മാർക്കറ്റിൽ നിന്നൊക്കെ അവർ വാങ്ങുന്ന പച്ചക്കറി വിഷം നിറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വിഷരഹിതമായ പച്ചക്കറി എങ്ങനെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിനെപ്പറ്റി അവർക്കൊരു ബേസിക് ട്രെയിനിങ് കൂടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുൽപ്പള്ളിയിലെ കൃഷിഭവനും കോളേജും കൂടെ സംയുക്തമായിട്ട് NSSന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരമൊരു സംരംഭത്തിലേക്ക് വന്നിട്ടുള്ളത്. കാബേജ്, കോളിഫ്ലവർ, പച്ചമുളക്, തക്കാളി തുടങ്ങി ക്യാമ്പസിലെ കൃഷിയിടത്തിൽ എല്ലാമുണ്ട്. പഠനത്തിന്റെ കൂടി ഭാഗമാക്കിയാണ് കൃഷി. കൃഷി വകുപ്പിലെ വിദഗ്ധരും പ്രദേശത്തെ കർഷകരുമായി സഹകരിച്ച് വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് കോളേജ് അധികൃതർ. ന്യൂസ് 18 വയനാട്.